ഇന്നൊരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഫ്രം 7 to 5. ഇന്നത്തെ ദിവസം രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് ഒരു 5 മണി വരെ ഞാൻ എന്തൊക്കെ ചെയ്തു അതൊക്കെയാണ് ഈ ഒരു വ്ളോഗ്. അപ്പൊ രാവിലെ തന്നെ ഒരു ബ്ലാക്ക് കോഫി ഒക്കെ ഉണ്ടാക്കി. പുറത്ത് നല്ല ഗ്ലൂമിയാണ്. ഈയിടെയായിട്ട് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് രാവിലെ ഉണ്ടാവാറ്. കുറച്ച് സമയം വെറുതെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇന്ന് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷേ ചെയ്യാനും കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഡേ ആണ്. അതെന്താന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുണ്ട്. അതാണ് മെയിൻ പരിപാടി. ഇന്ന് ചെറുതായിട്ട് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തു. മറ്റേ ബെഡ്ഷീറ്റ് അലക്കാൻ വേണ്ടി എടുത്തപ്പം ഈ ഒരു ബെഡ്ഷീറ്റാണ് ഇന്ന് വിരിച്ചത്. ഇത് ഞാൻ ഇതുവരെ എൻ്റെ റൂമിൽ വിരിച്ചില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഇത് വേറെ റൂമിലെയാണ്, പക്ഷേ കയ്യിൽ ഇതാണ് കിട്ടിയത്. അപ്പം ഞാൻ വിരിച്ചു ഇത് തന്നെ വിരിക്കാമെന്ന്. ഞാൻ ഇത് വിരിക്കുന്നതിൽ പ്രോ ഒന്നുമല്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ വിരിച്ചിടും. എൻ്റെ ബെഡ് ചെറുതാണ്, പക്ഷെ ബെഡ്ഷീറ്റ് വലുതാണ്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിരിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ തലേ ദിവസം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്, പക്ഷേ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഇൻസ്റ്റഗ്രാമിൽ നിലായ ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നെയാണ്. കുറച്ച് മുന്നേ ഇവർ തന്നെ 2 മഗ്ഗും ഒരു പ്ലാന്റ് പോട്ടൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം അവരെനിക്ക് ന്യൂലി ലോഞ്ച് ചെയ്ത 3 മഗ്ഗാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മഗ്ഗാണ്. ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉള്ള മഗ്ഗാണ്. ഇതിന്റെ തന്നെ ക്ലൗഡ് വരുന്നതും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു ഹാർട്ട് ഉള്ളതാണ് എടുത്തത്. പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവരെ പാക്കിങ്ങും അടിപൊളിയാണ്. കാരണം ഇത് പൊട്ടിപ്പോയാൽ പോയില്ലേ, അപ്പൊ അത്രയ്ക്കും സൂക്ഷിച്ചാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. സെക്കൻഡ് വണ്ണും അതുപോലെ തന്നെ എൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കൗ പ്രിന്റ് പോലെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ബണ്ണീൻ്റെ പിക്ചറല്ല, ഒരു സംഭവം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇനി മൂന്നാമത്തത് ഈ ഒരു ബോന്റെ ഹാൻഡിലൊക്കെ വരുന്നതാണ്. ഇതും ഭയങ്കര രസമുണ്ട്. റെഡിലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ഇന്നെന്തായാലും നടക്കൂല. ഇനിയിപ്പോൾ ദിവസം വരുമ്പം എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇത് 3-ലും ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ സൺലൈറ്റ് ടേബിളിലേക്ക് വരുന്നില്ല, ഈ ഒരു ബെഡിലേക്കാണ് വരുന്നത്. സണ്ണിന്റെ സ്ഥാനം മാറുമ്പം ഇതും മാറുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു പെൻപാലില് എന്തൊക്കെയാ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 പെൻപാലാണ് ആക്സെപ്റ്റ് ചെയ്തത്. 1 കിട്ടിയെന്നൊക്കെ. അപ്പൊ രണ്ടാമത്തെയാണ് ഇത്. ഇതെനിക്ക് ഷഹനാസ് അയച്ചതാണ്. ഷഹനാസിന് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സ്റ്റാറി നൈറ്റിന്റെ എൻവലപ്പാണ്. അതിൽ ലെറ്ററും ഉണ്ട്. ലെറ്റർ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഈ ഒരു സ്റ്റാറി നൈറ്റിന്റെ തീം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് മാർക്കും കൂടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഫ്രീ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ആ ഒരു ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറിൽ നമ്മൾ കളർ അടിക്കണം. ഫ്രീ ടൈം വരുമ്പം ഇതൊക്കെ ഒന്ന് കളർ അടിച്ചെടുക്കണം. ഇതൊക്കെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ വീഡിയോ എടുത്തില്ല. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തില്ല. ഇന്നൊരു വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കയ്യിൽ കിട്ടി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല തോട്ട്ഫുള്ളായിട്ട് ഒക്കെ വെച്ചതുപോലെ ഉണ്ട്. ആ വുഡിൻ്റെ സംഭവവും ക്യാൻവാസും പിന്നെ കുഞ്ഞു മിനി നോട്ട്ബുക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ശരിയാ. ഒരു മിനി നോട്ട്ബുക്കും കൂടെ ഉണ്ടായിരുന്നു. പോക്കറ്റ് നോട്ട്ബുക്കും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ പലരും എന്നോട് ബുക്ക് റിവ്യൂസ് ഒക്കെ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് റിവ്യൂസ് ഒക്കെ നമ്മൾ സിറ്റ് ആൻഡ് ടോക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. പക്ഷെ ഞാൻ അങ്ങനെ സിറ്റ് ആൻഡ് ടോക്ക് ഒന്നും ചെയ്യുന്നു തോന്നില്ല. ഷഹനാസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്, റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. അപ്പം ഷഹനാസ് എന്നോട് ദിസ് ഓർ ദാറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഫ്രീ ടൈം ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ബോന്റെ പ്രിന്റ് വരുന്ന ഇതിലാണ് റാപ്പ് ചെയ്ത് തന്നത്. ഇനിയാണ് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയത്. ഇത് കണ്ടോ, നമ്മൾ വാട്ടർമെലൺ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇതും ഒരു കോയിൻസിഡൻസ് അല്ലേ? കഴിഞ്ഞ വ്ളോഗിൽ കോയിൻസിഡൻസ് ഒക്കെ പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ കോയിൻസിഡൻസ് കൊണ്ടുപോയി. അപ്പൊ ഇതും കോയിൻസിഡൻസ് അല്ലേ? നിങ്ങൾ പറ. പിന്നെ ഈ ഒരു അവക്കാഡോന്റെ പ്രിന്റ് വരുന്ന ഞാൻ വിചാരിച്ചു വാഷി ടൈപ്പ് ആണെന്ന്, പക്ഷേ വാഷി ടൈപ്പ് അല്ല. ഇതൊരു ക്ലോത്തിലാണ് വരുന്നത്. പക്ഷെ ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേറെ എങ്ങനെയാ സ്റ്റിക്ക് ചെയ്യുക? ഇതിന്റെ യൂസ് എന്താണെന്ന് അറിയില്ല. പക്ഷെ യൂസ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ബുക്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ എഴുതി തന്നതല്ല, ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തന്നത്.
ഇതിൽ ചില ബുക്സൊക്കെ എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളതാണ്, അഥവാ ടു ബി റീഡിലുള്ളതാണ്. ഇതൊരു സൈനായിട്ട് എടുത്ത് വായിക്കണം, വായിച്ചു തുടങ്ങണം. ആക്ച്വലി ഞാനൊരു വലിയ റീഡിങ് സ്ലമ്മിലാണ് ഉള്ളത്. വലുതെന്ന് വെച്ചാൽ 1.5 വർഷമായി ഞാനൊരു ബുക്ക് വായിച്ചിട്ട്. ഹോപ്പ്ഫുള്ളി വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, വായിക്കണം. എനിക്കൂടെ തന്നെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസും വാഷി ടേപ്പും കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ജേർണൽ പേജ് ചെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഇന്ന് അതിന് സമയമില്ല. നമുക്ക് വേറൊരു വ്ളോഗിൽ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പം ഷഹനാസ് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിന് റിപ്ലൈ വൈകാതെ തന്നെ ഞാൻ അയക്കും. അപ്പം അതും ഞാൻ പറ്റിയാലേ വീഡിയോ എടുക്കാം. പാക്കേജിങ് ആയാലും ഉള്ളിലത്തെ സാധനങ്ങളായാലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി എന്താ, വീഡിയോ എടുക്കാൻ സമയമായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ എനിക്ക് നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഇടുന്ന ആ ഒരു ന്യൂഡ് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒക്കെ റിമൂവ് ചെയ്ത് എന്നിട്ട് ആ ഒരു ഷെയ്ഡ് ഇടണം. ആ ഒരു ഷെയ്ഡ് ഏതാന്ന് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഷെയ്ഡോ ഒന്നും അതിലില്ല. അടുത്തുള്ളൊരു ഫാൻസിന്ന് വാങ്ങിച്ചതായിരുന്നു, പക്ഷെ അത് ഇട്ടിട്ട് അത് കുറച്ച് കട്ടയായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ മാറ്റിയിട്ടു. ഏകദേശം ഇതേ ഒരു ഷെയ്ഡ് വരുന്ന വേറൊന്നും കൂടെ ഉണ്ട്, അതും ഇട്ട് നോക്കി. പക്ഷെ അതും കുറച്ച് കട്ട പോലെ ആയി പോയിട്ടുണ്ട്. ഇത് കുറെ നാളായി ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കട്ടയായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയും യൂസ് ചെയ്യാത്ത ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടെന്താ അതാണ് ഇട്ടത്. ഇനിയിപ്പോൾ മറ്റേ ഷെയ്ഡ് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വാങ്ങണം. കുറേ നാളായിട്ട് മറ്റേ ഷെയ്ഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇട്ടപ്പോൾ എനിക്കെന്തോ ചേരുന്നുണ്ടോ അങ്ങനെ ഒരു ഡൗട്ടായിരുന്നു. അപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായി, ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ് പോലത്തത് എപ്പോഴും ഇടുന്നത് കൊണ്ട് ഇങ്ങനെ കളർഫുള്ളായിട്ട് പോപ്പപ്പ് ചെയ്ത് കണ്ടപ്പോൾ ഒരു അയ്യോ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബ്രാൻഡും നമ്മുടെ നെയിൽ പോളിഷും ഭയങ്കര മാച്ചാണ്. ഇതിൻ്റെ അൺബോക്സിങ്ങും ഒക്കെ ആയിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്. 2 വീഡിയോ ഷൂട്ട് ചെയ്തു, അത് എഡിറ്റും ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, ഇതിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആയിരുന്നു ഉള്ളത്. പർപ്പിൾ സ്റ്റേഷനറിനെ പറ്റി അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ക്യൂട്ടും ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഒരു ഡെയിലി പ്ലാനറും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഇവർ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള A4 സൈസിൽ വരുന്ന ഈ ഒരു നോട്ട്ബുക്കുമാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ഫ്രണ്ട് പേജ് ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട്ബുക്കിന്റെ പേജിന്റെ ക്വാളിറ്റി ആവട്ടെ നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ ബാക്കി പേജസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. ഈ 2 സ്റ്റിക്കർ പാക്കറ്റാണ് കയ്യിലുള്ളത്. ഇതിലുള്ള സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്തത്. മറ്റേതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല, അതൊക്കെ പിന്നെ യൂസ് ചെയ്യാലോ. ഈ ഒരു കവർ പേജ് വരുന്ന നോട്ട്ബുക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള കവർ പേജ് വരുന്നത് അവരുടെ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ A4 സൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് മാത്രമല്ല, പല സൈസുള്ള ബുക്സ് ഒക്കെ അവരുടെ പേജിൽ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മൈക്കൈൻ്റെ തെറാപ്പി 10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഒക്കെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാനറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനർ. ഇതിനിപ്പം ഓരോ ദിവസം യൂസ് ചെയ്യാലോ, അതുകൊണ്ട് ആ കവറിലേക്ക് ഇടണ്ട, ഇവിടെ ടേബിളിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്ത് 2 വീഡിയോസൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങി. രാവിലെ കുറച്ച് ഗ്ലൂമി ആയിട്ടാണ് നമ്മൾ കണ്ടതെങ്കിലും ഇപ്പം കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാവൽമരമുണ്ട്, അതിലെ കായൊക്കെ പഴുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പറിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാനും അമ്മയും കൂടിയാണ് പോയത്. കുറേയൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല എന്ന് പറയാൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ നോക്കാനും ഇതിൻ്റെ കളറൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ വെറുതെ ചെന്ന് നോക്കിയതാ. അപ്പം ഇന്നത്തെ വീഡിയോയിലും കോയിൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ നെയിൽ പോളിഷും പിന്നെ ഇതിൻ്റെ കളറും സെയിം അല്ല, പക്ഷേ ഷെയ്ഡ് ഏകദേശം അങ്ങനെയല്ലേ. പിന്നെ വെറുതെ ഇതിലൂടെ ഒക്കെ നടന്ന് കളിച്ചു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തു. ക്ലൗഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കോട്ടൺ ക്യാൻഡി ക്ലൗഡ് എന്ന് പറയൂലേ, അങ്ങനെയായിരുന്നു. ഞാവൽപ്പഴം ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ മാങ്ങ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കഴിച്ചത്. ഇപ്പം പിന്നെ മാങ്ങ സീസൺ ആണല്ലോ. അത് കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ചോറും കൂടെ കഴിച്ചിട്ടുണ്ട്. ചോറിന് പ്രത്യേകിച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊരിച്ചത്, ചമ്മന്തി, ഉപ്പേരി ഇതൊക്കെയായിരുന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കിടത്തം, ഉറക്ക് വന്നാൽ ഉറങ്ങും, ഇല്ലെങ്കിൽ ഫോണിൽ നോക്കുക. ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. പക്ഷെ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ എനിക്കൊരു സംഭവവും ചെയ്യാൻ പറ്റൂല.
അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു 4:30 ആയപ്പോൾ ഒരു കൊറിയർ ഉണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു മിൽക്ക് ഫ്രോത്തർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കയ്യിൽ കിട്ടിയത്. ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ കയ്യിൽ മുന്നേ ഉള്ളത് 2 യൂസിൽ പോയിട്ടുണ്ട്. ക്വാളിറ്റി തീരെ ഇല്ലായിരുന്നു, റേറ്റും അത്യാവശ്യം നല്ല കുറവായിരുന്നു. കോഫി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനും അത് വാങ്ങിച്ചു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഈ ചായയും മുട്ട പൊരിച്ചതും കൂടെ കഴിച്ചു. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.